വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. അപ്പൊ നിങ്ങൾ S1 മാത്സ് കണ്ടിട്ടുണ്ട് അല്ലെ? മാത്തമാറ്റിക്സ് ഫോർ ഇൻഫോർമേഷൻ സയൻസ് 1 അല്ലെ? മാത്തമാറ്റിക്സ് ഫോർ ഇൻഫോർമേഷൻ സയൻസ് 1 ആണ് നിങ്ങൾക്ക് S1 ഉണ്ടായിരുന്നത്. സോ ഈ സെമ്മിലും നിങ്ങൾക്ക് ഒരു മാത്സ് പേപ്പർ പഠിക്കാനുണ്ട്, മാത്തമാറ്റിക്സ് ഫോർ ഇൻഫോർമേഷൻ സയൻസ് 2. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ആ മാത്തമാറ്റിക്സ് ഫോർ ഇൻഫോർമേഷൻ സയൻസ് 2ന്റെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് അതിന്റെ മാർക്കിംഗ് പാറ്റേൺ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ ഉണ്ടായിരുന്നത് GAMAT 101 ആയിരുന്നു അല്ലെ? ഗ്രൂപ്പ് എക്കാരുടെ മാത്സിനെ നമ്മൾ GAMAT 101 ആയിരുന്നു കോഡ്. സോ ഇത്തവണ നിങ്ങളുടെ മാത്സിന്റെ കോഡ് GAMAT 201 ആണ്. ഓക്കെ, S2 എത്തുമ്പോൾ നിങ്ങളുടെ മാത്സ് GAMAT 201 ആണ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ സെമ്മില് നിങ്ങൾ എന്തൊക്കെയാ പഠിച്ചുകൊണ്ടിരുന്നത്? കഴിഞ്ഞ സെമ്മിൽ നമ്മൾ മെയിൻ ആയിട്ട് വെക്ടേഴ്സിനെ പറ്റി പഠിച്ചു അല്ലെ? നമ്മൾ വെക്ടേഴ്സിനെ പറ്റി, പിന്നെ ഡെറിവേറ്റീവ്സ്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ഇന്റഗ്രേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ സെമ്മിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. സോ ഈ സെമ്മിൽ എത്തുമ്പോൾ നമ്മൾ എന്താണ്, കമ്പ്യൂട്ടർ സയൻസിന് വേണ്ട മാത്സ് ഒന്നുകൂടെ നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ആൾക്കാർ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്, നിങ്ങൾ കാണുന്ന ഒരു സാധനമാണ് മെട്രിക്സ്. ഓക്കെ, മീൻസ് ഡാറ്റയൊക്കെ മെട്രിക്സ് ഫോമിലാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഡാറ്റ ആണെങ്കിലും ഇമേജസ് ആണെങ്കിലും ഒക്കെ മെട്രിക്സ് ഫോമിലാണ് കമ്പ്യൂട്ടറിൽ ഉണ്ടാവുക. ഓക്കെ, സോ ആ മെട്രിക്സിനെ പറ്റിയിട്ടും മെട്രിക്സിലെ ഓപ്പറേഷൻസ്, ട്രാൻസ്ഫോർമേഷൻസ്, അങ്ങനെയുള്ള കുറെ മെട്രിക്സിനെ പറ്റിയും അതിന്റെ പ്രോപ്പർട്ടീസും ഇതിലെ ബാക്കി ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത്. മെട്രിക്സും പിന്നെ അതുപോലെ തന്നെ മെട്രിക്സിന്റെ വേറൊരു ഇതായിട്ടുള്ള വെക്ടേഴ്സും. ഓക്കെ, സോ ആ വെക്ടേഴ്സിനെയും മെട്രിക്സിനെയും പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേപ്പർ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് ഇപ്പൊ മെഷീൻ ലേണിംഗ് പഠിക്കുന്ന ആൾക്കാർ, ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഈ പേപ്പറിൽ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും യൂസ് ചെയ്യേണ്ടി വരും. അവിടെയൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും എങ്ങനെയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്ന എയ്ഗൻ വാല്യൂയോ എയ്ഗൻ വെക്ടറോ റാങ്കോ ഒന്നും എങ്ങനെയാണ് കാണേണ്ടതെന്ന് പറഞ്ഞു തരില്ല. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് തന്നെ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയാലേ നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ എന്താവുള്ളൂ, അത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും, ആ പ്രോബ്ലംസ് ഒക്കെ കണ്ടാലും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്താണ് ഈ പേപ്പറിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. സോ ഈ കോഴ്സിന്റെ കോഡ് എന്താ? GAMAT 201. ഓക്കെ, ആൻഡ് ഇതില് ഇന്റേണൽ എക്സാമിന് ടോട്ടൽ എത്ര മാർക്കാണ്? 40 മാർക്സ്. ആൻഡ് എക്സ്റ്റേണൽ എക്സാമിന് 60 മാർക്ക്. ഓക്കെ, ആൻഡ് ഇതൊരു 3 ക്രെഡിറ്റ് പേപ്പർ ആണ്. സാധാരണ മാത്സ് പേപ്പർ പോലെ തന്നെ 3 ക്രെഡിറ്റ് പേപ്പർ ആണ്. ഓക്കെ, ഡിസ്ക്രീറ്റ് അങ്ങനെയല്ല, ഡിസ്ക്രീറ്റ് കോർ പേപ്പർ ആയിരുന്നു, സോ അതിന് 4 മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സാധാരണ നിങ്ങളുടെ ഒരു കോംപ്ലിമെന്ററി ആയിട്ട് വരുന്ന, നിങ്ങളുടെ കൂടെ വരുന്ന ഒരു മാത്സ് പേപ്പർ ആണ്. സോ ഇതിന് 3 ക്രെഡിറ്റ് ആണ് ഉള്ളത്. ആൻഡ് സാധാരണ പോലെ തന്നെ 2.5 മണിക്കൂറാണ് ഉള്ളത്. ഓക്കെ, ഇതിന്റെ എക്സാം ടൈം 2.5 മണിക്കൂറാണ്. ആൻഡ് ഇതിന് നിങ്ങൾക്ക് എലമെന്ററി മെട്രിക്സ് ഓപ്പറേഷൻസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ +2 പഠിക്കുന്നില്ലേ മെട്രിക്സ് എന്താണ്, അതിലെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ +2 പഠിക്കുന്നതാണ്. സോ അത്രയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ മെട്രിക്സിനെ പറ്റിയല്ലേ പഠിക്കണേ, സോ അത് നമുക്കറിയണം. ഓക്കെ, ആൻഡ് ഇത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്ക് ഈ ക്ലാസ് പോകുന്ന വഴി നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഇതൊരു തിയറി പേപ്പർ ആണ്, ലാബില്ല. ഓക്കെ, ആൻഡ് ഇതിലെ ഇന്റേണൽ എക്സാമിന്റെ ഇന്റേണൽ ഇവാലുവേഷന്റെ മാർക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. സോ അറ്റൻഡൻസിന് 5 മാർക്കാണ്. ആൻഡ് അസൈൻമെന്റ് അല്ലെങ്കിൽ മൈക്രോ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ കിട്ടുന്നത് 15 മാർക്സ് ആണ്. ആൻഡ് ഫസ്റ്റ് ഇന്റേണൽ എക്സാമിന് 10 മാർക്സും സെക്കൻഡ് ഇന്റേണൽ എക്സാമിന് 10 മാർക്സും, അങ്ങനെയാണ് നിങ്ങളുടെ 40 മാർക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇന്റേണൽ എക്സാമിന് നന്നായിട്ട് മാർക്ക് വാങ്ങിക്കണം. ഓക്കെ, സോ 40 മാർക്കാണ് ഇന്റേണലിന് കിട്ടുക. ഓക്കെ, ആൻഡ് അടുത്തത് എൻഡ് സെമസ്റ്റർ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. സോ എൻഡ് സെമസ്റ്റർ എക്സാം സാധാരണ നിങ്ങൾ കാണുന്ന എൻഡ് സെമസ്റ്റർ എക്സാം പോലെ തന്നെയാണ്. എങ്ങനെയാ, 2 പാർട്ടായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, പാർട്ട് എ ആൻഡ് പാർട്ട് ബി അല്ലെ? സോ പാർട്ട് എയിൽ എന്താ ഉണ്ടാവുക, എല്ലാ മൊഡ്യൂളിൽ നിന്നും 4 മൊഡ്യൂൾ ആണ് ഉണ്ടാവുക. സോ ഈ 4 മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതം 8 ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടാവും അല്ലെ? ഈ 8 ക്വസ്റ്റ്യൻസിലെ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതം. ഓക്കെ, സോ അങ്ങനെ 8 into 3 24 മാർക്സ് ആണ് നമുക്ക് പാർട്ട് എയിൽ കിട്ടുക. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ ആൻഡ് ടോട്ടൽ ഓഫ് 8 ക്വസ്റ്റ്യൻസ് ഈച്ച് ക്യാരിയിങ് 3 മാർക്സ്. സോ അങ്ങനെ 24 മാർക്സ് ആണ് പാർട്ട് എയിലുള്ളത്. ഓക്കെ, ആൻഡ് പാർട്ട് ബിയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ്, പാർട്ട് ബിയിൽ നമുക്ക് ഓരോ മൊഡ്യൂളിൽ നിന്നും ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അല്ലാത്ത എല്ലാ എക്സാം പേപ്പർ എഴുതുന്ന പോലെ തന്നെയാണ് ഇതും.
ഓക്കെ, എങ്ങനെയാണ്? ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതം തരും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ഓറായിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഒന്നെങ്കിൽ ആദ്യത്തെ പാർട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ട് അത് അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, ഇതിൽ ഒരു മൊഡ്യൂളിൽ നിന്ന് ഒന്നെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഒന്നെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വേറൊരു, അങ്ങനെ 4 മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും. ഓക്കെ, പക്ഷെ നിങ്ങൾ അതിൽ അറ്റൻഡ് ചെയ്യുന്നത് ടോട്ടൽ 4 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഓക്കെ, ആൻഡ് അതിലെ ഓരോ ക്വസ്റ്റ്യനും 9 മാർക്ക് വീതം. Okay, each question carries 9 marks and 2 questions will be given from each module. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് തരും. ഔട്ട് ഓഫ് വിച്ച് 1 question should be answered. സോ ആ 2 ക്വസ്റ്റ്യനിൽ ഒരെണ്ണം മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാൻ ഹാവ് എ മാക്സിമം ഓഫ് 3 സബ്ഡിവിഷൻ. ഓരോ ക്വസ്റ്റ്യനും മാക്സിമം എത്ര സബ്ഡിവിഷൻ ഉണ്ടാവാം? 3 സബ്ഡിവിഷൻ ഉണ്ടാവാം. ആൻഡ് അവിടെ ടോട്ടൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 36 മാർക്ക് പാർട്ട് ബിയിൽ നിങ്ങൾക്ക് മാക്സിമം വാങ്ങിക്കാം. അങ്ങനെ ടോട്ടൽ എക്സ്റ്റേണൽ സെം എക്സാമിന് നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക മാർക്ക്? 60 മാർക്കാണ് ടോട്ടൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുക. മാക്സിമം വാങ്ങിക്കാൻ പറ്റുക 60 മാർക്കാണ്. ഓക്കെ, സോ അങ്ങനെയാണ് 60ഉം 40ഉം കൂടെ കൂടിയിട്ട് നിങ്ങൾക്ക് 100 മാർക്ക് ആവുക. ഓക്കെ, സോ നമുക്ക് ഈ ഒരു പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വെക്ടേഴ്സിനെ പറ്റിയിട്ടും മെട്രിസസിനെ പറ്റിയിട്ടുമാണ്. ഓക്കെ, സോ വെക്ടേഴ്സ് മെട്രിസസ് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് ലീനിയർ ആൾജിബ്ര. നമ്മൾ ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, ലീനിയർ ആൾജിബ്ര എന്ന് പറയുമ്പോൾ ഈ വെക്ടേഴ്സിനെയും മെട്രിസസിനെയൊക്കെ പറ്റി പഠിക്കുന്ന, അതിന്റെ ഈ ഓപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന, അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ലീനിയർ ആൾജിബ്ര മാത്സിലെ. സോ ആ ലീനിയർ ആൾജിബ്രയുടെ ബേസിക്സ് ആണ് നിങ്ങളിവിടെ പഠിക്കുന്നത്. ഓക്കെ, ലീനിയർ ആൾജിബ്രയിലെ കുറച്ചും കൂടെ എന്താ പറയാ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, മീൻസ് കാൽക്കുലേഷൻ ഒക്കെ വരുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത്. ഓക്കെ, സോ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഏതൊക്കെ ബുക്സ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സ് ആയിട്ട് എടുക്കേണ്ടത് എന്നാണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ബൈ എർവിൻ ക്രേസി. ഓക്കെ, നമ്മൾ എവിടെയും കാണുന്നതാണ്. S1 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടെക്സ്റ്റ് ബുക്ക് ആയിട്ട്, അതുപോലെ S2 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. ഓക്കെ, ക്രേസിക്കിന്റെ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. ഓക്കെ, ദെൻ ഇത് ആരുടെ പബ്ലിഷിംഗ് ആണ്? ജോൺ വില്ലി ആൻഡ് സൺസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള 10th എഡിഷൻ, 2016 10th എഡിഷൻ ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ആൻഡ് അതും കൂടാതെ ബാക്കി കുറച്ച് ഭാഗങ്ങള് എലമെന്ററി ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്ന റോൺ ലാസന്റെ ബുക്ക്, എലമെന്ററി ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്ന റോൺ ലാസന്റെ ബുക്ക്, അതും നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, സെങ്കേജ് ലേണിംഗ് ആണ് പബ്ലിഷേഴ്സ്. ആൻഡ് ഇതിന്റെ 8th എഡിഷൻ, 2017 8th എഡിഷൻ ആണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് വേറെ ഒന്ന് എടുക്കേണ്ടത്. ഓക്കെ, കുറച്ച് ടോപ്പിക്സ് ഫസ്റ്റ് ബുക്കിൽ നിന്നും കുറച്ച് ടോപ്പിക്സ് സെക്കൻഡ് ബുക്കിൽ നിന്നും ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, ഇതും രണ്ടും സിമ്പിൾ ആയിട്ടുള്ള 2 ബുക്സ് ആണ്. ഓക്കെ, അടുത്തത് എന്താണ്? നിങ്ങൾ റെഫർ ചെയ്യാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഇതിലെ ടോപ്പിക്സിനേക്കാളും കുറച്ചും കൂടെ എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യാൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ബുക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ മാത്തമാറ്റിക്സ് ഫോർ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന മാർക്ക് പീറ്റർ ഡെയ്സൺ റോത്തും ആൽഡോ ഫൈസലും ചെങ് സൂൺ ലോങ്ങും ഓതർ ചെയ്തിട്ടുള്ള ബുക്കാണ്. ഓക്കെ, ഇത് നല്ലൊരു ബുക്കാണ്. ലൈക്ക് നമുക്ക് ഇപ്പൊ മെഷീൻ ലേണിംഗിൽ എവിടെയാണ് മാത്സ് വരുന്നത്, എവിടെയാണ് മെട്രിസസ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു അപ്ലിക്കേഷൻ ലെവലിൽ മാത്സിന് കൊണ്ടുപോകുന്ന ഒരു ബുക്കാണ്. ഓക്കെ, സോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ ഫസ്റ്റ് എഡിഷൻ, 2020 ഫസ്റ്റ് എഡിഷൻ, ഫ്രഷ് ബുക്കാണ്. ഓക്കെ, സോ ഫസ്റ്റ് എഡിഷൻ ആണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ഇനി 2019 ഈ ഫസ്റ്റ് എഡിഷൻ ലീനിയർ ആൾജിബ്ര ആൻഡ് ലേണിംഗ് ഫ്രം ഡാറ്റ എന്ന് പറയുന്ന ഗിൽബർട്ട് സ്ട്രാങ് എഴുതിയിട്ടുള്ള ബുക്കും. ഓക്കെ, ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. വെല്ലസ്ലി കേംബ്രിഡ്ജ് പ്രസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ബുക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെഫർ ചെയ്യാൻ എടുക്കാം. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന കോൺസെപ്റ്റ് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എക്സ്ട്രാ റെഫറൻസ് ബുക്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, ആൻഡ് ഇപ്പൊ നമ്മള് ഇവിടെ ഒരു എലമെന്ററി ലീനിയർ ആൾജിബ്ര കണ്ടു. അതുപോലെ സ്റ്റീഫൻ ആൻഡ്രി ലീ ആൻഡ് ഡേവിഡ് ഹെക്കറിന്റെ വേറൊരു എലമെന്ററി ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്. അതും നിങ്ങളുടെ ഒരു റെഫറൻസ് ബുക്കാണ്. അക്കാദമിക് പ്രസിന്റെ 4th എഡിഷൻ, 2010 4th എഡിഷൻ, അതും നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. ലീനിയർ ആൾജിബ്രന്റെ പോർഷനിൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി വേറൊരു എലമെന്ററി ലീനിയർ ആൾജിബ്ര ഉണ്ട്. ഹവാർഡ് ആന്റണും ക്രിസ് റോറസും കൂടെ ഓതർ ചെയ്തിട്ടുള്ള വിലി പബ്ലിഷേഴ്സിന്റെ 2019 11th എഡിഷൻ എലമെന്ററി ലീനിയർ ആൾജിബ്ര, അതും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങളുടെ എന്താ പറയാ ടെക്സ്റ്റ് ബുക്സും റെഫറൻസ് ബുക്സും. മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഈ 2 ബുക്സും ആണ്. ആൻഡ് ഇതും കുറച്ചും കൂടെ നല്ലൊരു ബുക്കാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങളുടെ റെഫറൻസ് ബുക്സ്.
ഓക്കെ, സോ നമുക്കിനി എന്തൊക്കെയാണ് ഓരോ മൊഡ്യൂളിലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ മാത്സ് പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുമ്പോൾ മാത്സ് പഠിക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, കാരണം ഒരു കോഡ് നിങ്ങൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ എന്ത് ഒരു പ്രോഗ്രാം നിങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ആ കോഡ് എവിടെ നിന്നാണ് വന്നത് അല്ലെങ്കിൽ എവിടെയാണ് അതിൽ മിസ്റ്റേക്ക് പറ്റിയത് എന്നൊക്കെ അറിയേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ അതുപോലെ മെട്രിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡാറ്റ അത്രയും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, സോ ഈ മെട്രിക്സ് ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നത് മെട്രിക്സ് ഫോമിലാണ്. ഓക്കെ, ഇപ്പൊ ഡാറ്റ ആയിക്കോട്ടെ, ഇപ്പൊ ഇമേജസ് ഒക്കെ ഈ പിക്സൽസ്, ഓരോ പിക്സൽസും എന്താണ് മെട്രിക്സിലെ ഓരോ എലമെന്റ് ആണ്. ഓക്കെ, ഓരോ നമ്പേഴ്സ് ഉള്ള എലമെന്റ്സ് ആണ് ഈ ഓരോ ഫോട്ടോയിലെയും പിക്സൽസ്. ഓക്കെ, പിക്സൽസിന്റെ എണ്ണം കൂടുമ്പോൾ ഫോട്ടോന്റെ ക്ലാരിറ്റി കൂടും അല്ലെ. സോ അങ്ങനെ എന്താ പറയാ, നമ്മുടെ ഈ വേൾഡിലെ പുതിയ ടെക്നോളജി ഒക്കെ ഇവോൾവ് ആവുന്നത് എന്ത് വഴിയാണ്? ഈ മെട്രിക്സിൽ കൂടുതൽ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ഈ മെട്രിക്സിനെ നമ്മൾ ഒന്നുകൂടെ അതിലേക്ക് ഡീപ്പർ ആയിട്ട് ചെല്ലുമ്പോഴാണ് ഈ ടെക്നോളജി ഒക്കെ ഇവോൾവ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഡാറ്റയെ കറക്റ്റ് റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വലിയൊരു ഡാറ്റേനെ ഒക്കെ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ ഡാറ്റയിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം, ഡാറ്റയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കണം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള മാത്സ് ആണ് നിങ്ങൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മുടെ ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ, അതുപോലെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്ക്. ഓക്കെ, അങ്ങനെ ഓട്ടോമേറ്റഡ് സിസ്റ്റംസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മാത്സ് ആണ്, അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന മാത്സ് ആണ് ഈ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കമ്പ്യൂട്ടേഴ്സ് മോഡൽ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യമാണ് ഈ മെട്രിക്സ്. ഓക്കെ, സോ അതിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുക. ഓക്കെ, സോ മെട്രിക്സും അതിലെ ബാക്കി കാര്യങ്ങളും. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ ആദ്യം എങ്ങനെ ഒരു മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് എച്ചിലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും, അതുപോലെ എങ്ങനെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാന്നൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, പണ്ട് നമ്മൾ +2 +2 ഒക്കെ വരെ നിങ്ങൾ എത്ര വേരിയബിൾസിൽ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ജസ്റ്റ് 1-2 വേരിയബിൾസിൽ ഇക്വേഷൻസ് സിമ്പിൾ ആയിട്ട് അതിലെ വേരിയബിൾസ് ഒക്കെ കട്ട് ചെയ്ത് സോൾവ് ചെയ്യും. പക്ഷെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ എത്ര വേരിയബിൾസ് കിട്ടിയാലും എത്ര വേരിയബിൾസിൽ ഇക്വേഷനും സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കും. ഓക്കെ, കാരണം നമുക്ക് ഒരിക്കലും റിയൽ വേൾഡിൽ 2-3 വേരിയബിൾസ് ഒന്നും വെച്ചിട്ട് ഇക്വേഷൻസ് ഉണ്ടാവില്ല അല്ലെ. ഏതൊരു സിസ്റ്റം ആണെങ്കിലും നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരിക്കലും 2-3 വേരിയബിൾസ് ആവില്ല, കൂടുതൽ വേരിയബിൾസ് ഉണ്ടാവും. സോ അങ്ങനെ വേരിയബിൾസ് കിട്ടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ കമ്പ്യൂട്ടർ എന്തായാലും സോൾവ് ചെയ്യും. സോ കമ്പ്യൂട്ടർ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, എന്താണ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ, ദെൻ സൊല്യൂഷൻ ബൈ ഗോസ് എലിമിനേഷൻ. ഗോസ് എലിമിനേഷൻ എന്ന് പറയുന്ന മെത്തേഡ് വഴി എങ്ങനെ നമുക്കൊരു ലീനിയർ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്താം, അതുപോലെ റോ എച്ചിലോൺ ഫോം ആൻഡ് റാങ്ക് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ റോ എച്ചിലോൺ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, മെട്രിക്സിന്റെ റാങ്ക് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഈ റോ എച്ചിലോൺ ഫോം ഒക്കെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ മെട്രിക്സിലൊക്കെ ഡാറ്റയിലേക്ക് റിഡൻഡന്റ് ഇൻഫോർമേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ റോ എച്ചിലോൺ ഫോം ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഫണ്ടമെന്റൽ തിയറം ഓഫ് ലീനിയർ സിസ്റ്റംസ്, ഹോമോജീനിയസ് ആൻഡ് നോൺ ഹോമോജീനിയസ് സിസ്റ്റംസ്. ഓക്കെ, സോ ലീനിയർ സിസ്റ്റംസിന്റെ ഫണ്ടമെന്റൽ തിയറംസ് ഒക്കെ പഠിക്കും. ദെൻ ഈഗൻ വാല്യൂസ് ആൻഡ് ഈഗൻ വെക്ടേഴ്സ് ഓഫ് മെട്രിസസ്, ഡയഗണലൈസേഷൻ ഓഫ് മെട്രിസസ്. സോ ഈഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈഗൻ വെക്ടേഴ്സ് എന്താണ്, ഡയഗണലൈസേഷൻ എന്താണ് എന്നൊക്കെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കും. ഓക്കെ, ഇത്രയും ഇതില് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നിങ്ങൾ പലപ്പോഴും ഇപ്പം ഇനി അങ്ങോട്ട് പഠിക്കുന്ന പല പേപ്പേഴ്സിലും ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് PC എന്ന് പറയുന്ന ഒരു ടെക്നിക് ഉണ്ട്, പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ഈഗൻ വാല്യൂസും ഈഗൻ വെക്ടേഴ്സും ഒക്കെ കുറെ ചെറുപറ കാണാനുണ്ടാവും. അപ്പോഴൊന്നും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരില്ല അത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്, കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചു വരുന്ന ആൾക്കാരാണ്. സോ ഇവിടെ നിന്ന് തന്നെ ഇത് കറക്റ്റ് മനസ്സിലാക്കി പഠിച്ചു പോവാന്നുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ നന്നായിട്ട് നമ്മുടെ കൂടെ തന്നെ പഠിച്ചിട്ട് പോണേ. ഓക്കെ, ഇനി സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ വെക്ടേഴ്സിലേക്ക് എത്തും. ഓക്കെ, മെട്രിസസ് വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കും. ഓക്കെ, വെക്ടർ സ്പേസ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ, അതുപോലെ ഡാറ്റ, ഇതിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് വെക്ടർ സ്പേസസ്. ഓക്കെ,
ഈ ഡാറ്റേനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് എന്താ പറയാ സിസ്റ്റം സ്ട്രക്ചേഴ്സ് ആണ് വെക്ടർ സ്പേസസ്. ഓക്കെ, ദെൻ എക്സാമ്പിൾസ് ഓഫ് വെക്ടർ സ്പേസസ്, പല വെക്ടർ സ്പേസസിന്റെയും എക്സാമ്പിൾസ്. n ഡയമെൻഷണൽ റിയൽ നമ്പേഴ്സ് Rn ആൻഡ് m/n ഓൺലി. ഓക്കെ, സോ പല വെക്ടർ സ്പേസസിനെയും നമ്മൾ പഠിക്കും. ആൻഡ് ഇതിലെ nth ഡയമെൻഷണൽ വെക്ടർ സ്പേസ് റിയൽ നമ്പേഴ്സിന്റെ എന്താണ് n ഡയമെൻഷണൽ R² എന്ന് പറഞ്ഞാൽ നമ്മൾ XY സ്പേസ് ആണ്. ഓക്കെ, XY ആക്സിസ്. ആൻഡ് R³ എന്ന് പറഞ്ഞാൽ XYZ 3 ഡയമെൻഷണൽ. ഓക്കെ, n ഡയമെൻഷണൽ എന്ന് പറയുമ്പോൾ അത്രയും ഡയമെൻഷനിലേക്ക് നമ്മൾ എന്താണ് ഒരു സാധനത്തിനെ നമ്മൾ പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, സോ ആ സ്പേസ് nth ഡയമെൻഷണൽ സ്പേസ് എന്താണെന്ന് നമ്മൾ പഠിക്കും. ദെൻ മെട്രിക്സുകളുടെ സ്പേസ് m/n ഓർഡറിലുള്ള മെട്രിക്സിന്റെ സ്പേസ് നമ്മൾ പഠിക്കും. ദെൻ ഒരു വെക്ടർ സ്പേസിന്റെ സബ് സ്പേസ് എന്താണ്, എക്സാമ്പിൾസ്, സബ് സ്പേസിന്റെ എക്സാമ്പിൾസ് പഠിക്കും. ദെൻ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സിന്റെ വെക്ടർ സ്പേസ്, ഒരു വെക്ടർ സ്പേസിലെ വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്താണെന്ന് പഠിക്കും. ദെൻ സ്പാനിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലീനിയർ ഡിപെൻഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് എങ്ങനെയാണ് വരുന്നത്, ബേസിസ് ഫോർ എ വെക്ടർ സ്പേസ്, ഒരു വെക്ടർ സ്പേസിന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, dimension of a vector space, coordinate representation in Rn and change of basis in Rn, then transition matrix. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുക. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് ഡാറ്റയെ വെക്ടേഴ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻസ് എങ്ങനെ നടത്താം, അതിന്റെയൊക്കെ ബേസ് എങ്ങനെയാണ് നമുക്ക് രണ്ട് വെക്ടേഴ്സിന് തമ്മിൽ ജോയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കും. ദെൻ തേർഡ് മൊഡ്യൂളിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വെക്ടറിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ്. ഓക്കെ, വെക്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിലെ ഓപ്പറേഷൻസ് ഒക്കെയാണ് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, വെക്ടർ ലെങ്ത് ആൻഡ് യൂണിറ്റ് വെക്ടർ, എന്താണ് ഒരു വെക്ടറിന്റെ ലെങ്ത്, യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ പഠിക്കും. ദെൻ ഡോട്ട് പ്രോഡക്റ്റ് and angle between two vectors, Cauchy-Schwarz inequality, inner product, examples as Rn and m2/2, properties of inner products. Okay, പല ടൈപ്പ് ഓഫ് എന്താണ് ഓപ്പറേഷൻസും നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, സോ ഈ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്ന ആ ഒരു സ്പേസിനെ പറ്റി ഇന്നർ പ്രൊഡക്റ്റ്, ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ്, ഡെഫിനിഷൻ ഓഫ് ലെങ്ത്, ഡിസ്റ്റൻസ് ആൻഡ് ആംഗിൾ, ദെൻ ഓർത്തോഗണൽ പ്രൊജക്ഷൻ. ഓക്കെ, ഓർത്തോഗണൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കും. ഓക്കെ, ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഇപ്പം പുതിയ ടെക്നോളജീസിന്റെ മാത്സ് ആണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, പ്രൊജക്ഷൻ ഒക്കെ പലപ്പോഴും ആവശ്യം വരുന്നതാണ് മെഷീൻ ലേണിംഗ് സിസ്റ്റംസിനും. ഇപ്പോൾ മെഷീൻ ലേണിംഗിൽ നമുക്കൊരു സാധനത്തിന് ട്രെയിൻ ചെയ്യുമ്പോഴും ഒക്കെ, ഇപ്പോൾ അതുപോലെ പല കാര്യങ്ങളും പല സോഫ്റ്റ്വെയർസിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് പ്രൊജക്ഷൻ. ഓക്കെ, സോ പ്രൊജക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഓർത്തോഗണൽ ആൻഡ് ഓർത്തോനോർമൽ സെറ്റ്, എന്താണ് ഓർത്തോഗണൽ ഓർത്തോനോർമൽ സെറ്റ്, അതിന്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെ നമ്മൾ പഠിക്കും. ദെൻ ഓർത്തോഗണൽ ആൻഡ് ഓർത്തോനോർമൽ ബേസിസ് എന്താണ്, ദെൻ ഗ്രാം-ഷ്മിഡ് ഓർത്തോനോർമലൈസേഷൻ പ്രോസസ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഈ ഗ്രാം-ഷ്മിഡ് ഓർത്തോനോർമലൈസേഷൻ. സോ അത് നിങ്ങൾ പഠിക്കും. ദെൻ ലീസ്റ്റ് സ്ക്വയേഴ്സ് പ്രോബ്ലം, പ്രൊജക്ഷൻ ഓൺ ടു എ സബ്സ്പേസ് ആൻഡ് സോൾവിംഗ് ദ ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലം. സോ എന്താണ് ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലം, എങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അത് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് വഴി സോൾവ് ചെയ്യുന്ന നമ്മൾ പഠിക്കും. ഓക്കെ, ആൻഡ് ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിനെ പറ്റിയിട്ടാണ് പഠിക്കുക. ഓക്കെ, നിങ്ങൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ പഠിക്കേണ്ട ആൾക്കാരാണ് അല്ലെ, നിങ്ങൾക്ക് 6th സെമസ്റ്ററിലോ ഒക്കെ ആയിട്ട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് പഠിക്കാനുണ്ടാവും. സോ ആ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അവിടുത്തെ മാത്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൊഡ്യൂൾ കറക്റ്റ് പഠിക്കണം. ഓക്കെ, കാരണം ഇവിടെയാണ് നിങ്ങൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്, എങ്ങനെ ഒരു സാധനത്തിനെ മൂവ് ചെയ്യാം, ഒരു ഫിഗറിനെ എങ്ങനെ നിങ്ങൾക്ക് മൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും, എങ്ങനെ അതിനെ റൊട്ടേറ്റ് ചെയ്യാം, എങ്ങനെ അതിന്റെ ഒരു സ്പേസ്, അതിനെ എങ്ങനെ എന്താ പറയാ അതിന്റെ പൊസിഷൻ എങ്ങനെ മാറ്റാം, എങ്ങനെ അതിനെ കൊണ്ട് നടത്തിക്കാം എന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നത്, അതിന്റെയൊക്കെ പിന്നിലുള്ള മാത്സ് വരുന്നത് ഈ ഫോർത്ത് മൊഡ്യൂളിലാണ്. ഓക്കെ, ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്, പ്രോപ്പർട്ടീസ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് ദെൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഗിവൺ ബൈ എ മെട്രിക്സ്. ഇങ്ങനെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഇതിനൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, സോ അതെന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ഒക്കെ നമ്മൾ പഠിക്കും. ദെൻ റൊട്ടേഷൻ ഇൻ ആർ സ്ക്വയർ, എങ്ങനെ ആർ സ്ക്വയറിലെ റൊട്ടേഷണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കും. ദെൻ പ്രൊജക്ഷൻ, R³ 3 ഡയമെൻഷണൽ സ്പേസിലെ പ്രൊജക്ഷൻ പഠിക്കും. ദെൻ കേർണൽ ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഇറ്റ്സ് ബേസിസ്, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കേർണൽ എന്താണ്, അതിന്റെ ബേസിസ് എന്താണ്. Then range of a linear transformation and its basis, rank and nullity of a linear transformation, sum of rank and nullity,
then matrices for linear transformation. Okay, so ഈ linear transformationും ആ linear transformationന്റെ മെട്രിക്സ് ഫോമും എങ്ങനെയാണ് വരുന്നത്, അതിന്റെ ഒക്കെ പ്രോപ്പർട്ടീസും അതിൽ വരുന്ന ഓപ്പറേഷൻസും എന്തൊക്കെയാണെന്നാണ് നമ്മൾ 4th മൊഡ്യൂളിൽ പഠിക്കുക. ഓക്കെ, സോ 4th മൊഡ്യൂളും നിങ്ങൾക്ക് എന്താണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഓക്കെ, കാരണം എന്തൊരു കാര്യത്തിന്റെ ഇപ്പൊ 3 dimensional പ്രൊജക്ഷൻ നമുക്ക് ചെയ്യണം ഒരു സാധനത്തിന്, അതല്ലേ നമ്മൾ ചെയ്യണത്. നമ്മൾ ഗ്രാഫിക്സ് ഒക്കെ ചെയ്യുമ്പോൾ 3 dimensional പ്രൊജക്ഷൻ ആണ് അല്ലെ. പല സോഫ്റ്റ്വെയർസും ഉണ്ട് ഈ 3 dimensional പ്രൊജക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഓട്ടോക്യാഡ് അങ്ങനത്തെ പല സോഫ്റ്റ്വെയർസ്, മാറ്റ്ലാബ്, ഓട്ടോക്യാഡ് ഒക്കെ ഉണ്ട്. സോ അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാത്സ് എന്ന് പറയുന്നത് ഈ 4th മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന മാത്സ് ആണ്. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിലും അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് ഈ വെക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇല്ലുസ്ട്രേറ്റർ ആണെങ്കിലും അതുപോലെ ഫോട്ടോഷോപ്പ് ഇങ്ങനത്തെ പല സോഫ്റ്റ്വെയർസിന്റെയും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിലൊക്കെ ഇങ്ങനെ കഴ്സർ മൂവ് ചെയ്യുമ്പോൾ ഈ കോർഡിനേറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. സോ കാരണം അതെന്താണ്, അത് ഓരോന്നും ഓരോ വെക്ടേഴ്സ് ആയിട്ടൊക്കെയാണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള ഓരോ പുതിയ പുതിയ ടെക്നോളജീസും ഇവോൾവ് ആയതിന്റെ പിന്നിലെ മാത്സ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുക. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇനി നിങ്ങൾ കാണാൻ പോകുന്ന പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഓക്കെ, സോ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടുന്ന് തന്നെ ഇത് ക്ലിയർ ആക്കിയിട്ട് പോവാം. ഓക്കെ, സോ ഇതിന്റെയൊക്കെ ഈ നമ്മുടെ മൊഡ്യൂളിന്റെ ഓരോ മൊഡ്യൂൾസിന്റെയും എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തൊക്കെയാ പഠിക്കണേ, ലീനിയർ സിസ്റ്റംസ് എന്താണ്, ഈഗൻ വാല്യൂസ് ആൻഡ് ഡയഗണലൈസേഷൻ എന്താണെന്നൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുക അല്ലെ. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ ഈ കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്, യൂസ്ഡ് ഇൻ ഡാറ്റാ സയൻസ്. ഡാറ്റാ സയൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, മെഷീൻ ലേണിംഗ്, നെറ്റ്വർക്ക് അനാലിസിസ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, ഇമേജ് പ്രോസസ്സിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. ഓക്കെ, സോ ഡാറ്റാ സയൻസിൽ എമേർജിംഗ് ടെക്നോളജീസ് ആയിട്ടുള്ള ഡാറ്റാ സയൻസിൽ, മെഷീൻ ലേണിംഗിൽ, നെറ്റ്വർക്ക് അനാലിസിസിൽ, കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ, ഇമേജ് പ്രോസസ്സിംഗിൽ ഒക്കെ എന്ത് വരുന്നുണ്ട്, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസും ഈഗൻ വാല്യൂസും ഡയഗണലൈസേഷനും ഒക്കെ വരുന്നുണ്ട്. Okay, then eigenvalues are crucial in Google's PageRank, signal processing, stability analysis and recommendation systems. Okay, so eigenvaluesും eigenvectorsും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തൊക്കെയാണ് ഇതിൽ മാത്സ് എന്തൊക്കെയാണെന്ന്. പക്ഷെ അവിടെ കറക്റ്റ് ഇതൊന്നും വെറുതെ പഠിക്കുന്ന മാത്സ് അല്ല. ഓക്കെ, ഇത് ഓരോ സിസ്റ്റംസിലും വർക്ക് ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, ഗൂഗിളിന്റെ പേജ് റാങ്കിൽ, സിഗ്നൽ പ്രോസസ്സിംഗിൽ, സ്റ്റെബിലിറ്റി അനാലിസിസിൽ, റെക്കമെൻഡേഷൻ സിസ്റ്റംസിലൊക്കെ ഇത് വരുന്നുണ്ട്. ഓക്കെ, സോ ഇതുവഴി നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് അക്വയർ ചെയ്യാം, സോൾവ് ലാർജ് സിസ്റ്റംസ് ഓഫ് ഇക്വേഷൻസ് എഫിഷ്യൻ്റ്ലി. സോ എത്ര വലിയ സിസ്റ്റംസ് ഓഫ് ഇക്വേഷനും നിങ്ങൾക്ക് എഫിഷ്യൻ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അനലൈസ് സിസ്റ്റം ബിഹേവിയർ യൂസിങ് ഈഗൻ വാല്യൂസ്. സോ ഒരു സിസ്റ്റത്തിന്റെ ബിഹേവിയർ നമുക്ക് ഈഗൻ വാല്യൂസ് വെച്ചിട്ട് മനസ്സിലാക്കാം. കാരണം അവിടെ ഏതാണ് റിഡൻഡന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഏതാണ് ഡോമിനന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈഗൻ വാല്യൂസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Apply diagonalization for fast computation, then understand stability and long-term behavior of systems. So stability, long-term behavior ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം. Then second മൊഡ്യൂളിൽ വരുന്നത് വെക്ടർ സ്പേസസ്, ബേസിസ് ആൻഡ് ഡയമെൻഷൻ. ഓക്കെ, നമ്മുടെ ലീനിയർ ആൾജിബ്രയുടെ കോർ ആയിട്ടുള്ള വെക്ടർ സ്പേസസും ബേസിസും ഡയമെൻഷനും ഒക്കെയാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നത് അല്ലെ. സോ അതിന്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് എവിടെയാണ്, അപ്ലൈഡ് ഇൻ ഫീച്ചർ റെപ്രസെന്റേഷൻ ഇൻ മെഷീൻ ലേണിംഗ്. സോ മെഷീൻ ലേണിംഗിലെ ഫീച്ചർ റെപ്രസെന്റേഷൻ ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ദെൻ ഡാറ്റ കംപ്രഷൻ, കമ്പ്യൂട്ടർ വിഷൻ, natural language processing and information retrieval systems. Okay, data compression വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ വിഷൻ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ഇൻഫർമേഷൻ റിട്രൈവൽ സിസ്റ്റംസ്, ഇങ്ങനെയുള്ള പല ടെക്നോളജീസിന് നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, വെക്ടർ സ്പേസസ് ഹെൽപ്പ് റെഡ്യൂസ് ഹൈ ഡയമെൻഷണൽ ഡാറ്റ ഇൻ AI ആപ്ലിക്കേഷൻസ്. സോ AI-ലെയൊക്കെ ഹൈ ഡയമെൻഷണൽ ഡാറ്റേനെയൊക്കെ നമുക്ക് ലോവർ ഡയമെൻഷനിലേക്ക് കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ വെക്ടർ സ്പേസസ് ഒക്കെ ഹെൽപ്ഫുൾ ആവും. ഓക്കെ, നിങ്ങൾ വഴിയെ കാണും എന്താണ്, എവിടെയാണ് ഈ ഡാറ്റ കംപ്രഷനുള്ള ടൂൾസ്, നമ്മൾ ഏതൊക്കെയാണ് അതിനുള്ള ഓപ്പറേഷൻസ്, അതിനുള്ള മാത്സ് എവിടെയാണ് വരുന്നതെന്ന് നിങ്ങൾ കാണും. ഓക്കെ, ആൻഡ് ഏതൊക്കെ സ്കിൽസ് ആണ് നിങ്ങൾ അക്വയർ ചെയ്യുന്നത്, റെപ്രസെന്റ് ഡാറ്റ ഇൻ ഹൈ ഡയമെൻഷണൽ വെക്ടർ സ്പേസസ്. ഡാറ്റയെ ഹൈ ഡയമെൻഷണൽ വെക്ടർ സ്പേസിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഐഡന്റിഫൈ ഇൻഡിപെൻഡന്റ് ഫീച്ചേഴ്സ് ഇൻ ഡാറ്റാ സെറ്റ്സ്. ഡാറ്റാ സെറ്റ്സിലെ ഇൻഡിപെൻഡന്റ് ഫീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വേറൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്ന ഫീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും
അല്ലെ? കാരണം നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരു ഡാറ്റയെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ വേണ്ടത് ഇൻഡിപെൻഡന്റ് ഫീച്ചേഴ്സ് ആണ്, അല്ലെ? ഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ മെയിൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, അല്ലെ? സോ ഇൻഡിപെൻഡന്റ് ഫീച്ചേഴ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ പെർഫോം ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ കൺസെപ്ച്വലി. സോ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്തു പോവാണ്ട് അതിന്റെ പിന്നിൽ നടക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് ഇതുവഴി മനസ്സിലാക്കാൻ പറ്റും. ദെൻ ബിൽഡ് സ്ട്രോങ് ഫൗണ്ടേഷൻസ് ഫോർ AI ആൻഡ് ML ആൽഗോരിതംസ്. സോ AI ആൻഡ് മെഷീൻ ലേണിംഗിലൊക്കെ പല ആൽഗോരിതംസും വരുന്നുണ്ട്. ഓക്കെ, പല ടൈപ്പ് ഓഫ് ആൽഗോരിതംസും. ഇപ്പൊ പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ്, സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ, ഏഗൻ വാല്യൂ ഡീകമ്പോസിഷൻ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ടെക്നിക്സും ആൽഗോരിതംസും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ ഇതിന്റെയൊക്കെ ഫൗണ്ടേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ടോപ്പിക്സിനെ പറയാം. ഓക്കെ, ദെൻ അടുത്തത് നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസസും ലീസ്റ്റ് സ്ക്വയേഴ്സും. ഇത് എവിടെയൊക്കെയാണ് വരുന്നത്? യൂസ്ഡ് ഇൻ മെഷീൻ ലേണിംഗ് റിഗ്രഷൻ മോഡൽസ്. ഓക്കെ, ലീസ്റ്റ് സ്ക്വയേഴ്സ് ഒക്കെ റിഗ്രഷൻ മോഡലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. സോ റിഗ്രഷൻ മോഡൽസിലൊക്കെ ഇത് യൂസ് ചെയ്യുന്ന വരുന്നുണ്ട്. ദെൻ സിഗ്നൽ ഫിൽറ്ററിംഗ്, എറർ മിനിമൈസേഷൻ, പാറ്റേൺ റെക്കഗ്നിഷൻ, ഇമേജ് റീകൺസ്ട്രക്ഷൻ ആൻഡ് റെക്കമെൻഡേഷൻ സിസ്റ്റംസ്. ഓക്കെ, സോ ഈ നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും ഒക്കെ റെക്കമെൻഡേഷൻ സിസ്റ്റംസ്, അതുപോലെ എറർ മിനിമൈസേഷൻ. ഓക്കെ, നമ്മുടെ നിങ്ങൾ ഇപ്പം ഒരു ഡാറ്റ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റയിൽ എറർ മിനിമൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ദെൻ റിഗ്രഷൻ മോഡൽസ്, മെഷീൻ ലേണിംഗ് റിഗ്രഷൻ മോഡൽസിൽ യൂസ് ചെയ്യാം. സിഗ്നൽ ഫിൽറ്ററിംഗിൽ ഒക്കെ നിങ്ങൾക്ക് ഈ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ദെൻ ലീസ്റ്റ് സ്ക്വയേഴ്സ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് മോഡൽ ഫിറ്റിംഗ് ആൻഡ് പ്രഡിക്ഷൻ. ഓക്കെ, സോ നമുക്കൊരു മോഡൽ കിട്ടിക്കഴിഞ്ഞാൽ അത് മോഡൽ ഫിറ്റ് ചെയ്യാൻ, ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡാറ്റയെ ഒരു മാത്തമാറ്റിക്കൽ മോഡലിലേക്ക്, കമ്പ്യൂട്ടേഷണൽ മോഡലിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിഗ്രഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ ഇറ്റ് മെഷേഴ്സ് സിമിലാരിറ്റി ബിറ്റ്വീൻ ഡാറ്റ വെക്ടേഴ്സ്. സോ നമുക്ക് എന്തൊക്കെ സ്കിൽസ് കിട്ടും? ഡാറ്റ വെക്ടേഴ്സിന്റെ തമ്മിലുള്ള സിമിലാരിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. മിനിമൈസ് എറേഴ്സ് യൂസിങ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്സ്. സോ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്സ് വഴി എറേഴ്സ് മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്ലൈ ഓർത്തോഗണാലിറ്റി ഇൻ സിഗ്നൽ ആൻഡ് ഡാറ്റ അനാലിസിസ്. സോ ഡാറ്റ അനാലിസിസിലൊക്കെ ഓർത്തോഗണാലിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ പിന്നിൽ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ് പ്രൊജക്ഷൻ ബേസ്ഡ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ്. സോ പ്രൊജക്ഷൻ ബേസ്ഡ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ഒക്കെ നിങ്ങൾ കുറെ പഠിക്കും. സോ അതിന്റെയൊക്കെ പിന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ ലാസ്റ്റ് മൊഡ്യൂള് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്. അതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? അപ്ലൈഡ് ഇൻ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. ഓക്കെ, കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലെ റൊട്ടേഷൻ, സ്കെയിലിംഗ്, പ്രൊജക്ഷൻ, അങ്ങനെ പല ടെക്നിക്സിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. Then 3D animation, game engines, robotics, image processing and deep learning layers. ഓക്കെ, ഇവിടെയൊക്കെ എന്താണ് നമ്മുടെ ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ഗ്രാഫിക് കാർഡ്സ് ആൻഡ് വിഷ്വലൈസേഷൻ സോഫ്റ്റ്വെയർസ്. ഓക്കെ, വിഷ്വലൈസേഷൻ സോഫ്റ്റ്വെയർസിലും ഗ്രാഫിക് കാർഡ്സിലും ഒക്കെ ഇത് നല്ലോണം എക്സ്റ്റെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതുവഴി നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ആണ് കിട്ടുക? മോഡൽ റിയൽ വേൾഡ് ട്രാൻസ്ഫോർമേഷൻസ് മാത്തമാറ്റിക്കലി. റിയൽ വേൾഡിലെ ട്രാൻസ്ഫോർമേഷൻസിനെ മാത്തമാറ്റിക്കലി മോഡൽ ചെയ്യാൻ വേണ്ടി പറ്റും. അണ്ടർസ്റ്റാൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് മാപ്പിംഗ്സ് ഓഫ് സിസ്റ്റംസ്. ഓക്കെ, ഈ സിസ്റ്റംസിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് മാപ്പിംഗ്, നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഔട്ട്പുട്ട്, അതിനെയൊക്കെ തമ്മിൽ അതിന്റെയൊക്കെ പ്രത്യേകതകൾ, അതെങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ദെൻ അനലൈസ് റാങ്ക് ആൻഡ് നള്ളിറ്റി ഇൻ സിസ്റ്റം ഡിസൈൻ. റാങ്കും നള്ളിറ്റി ഒക്കെ അനലൈസ് ചെയ്യാൻ. ദെൻ അപ്ലൈ മെട്രിക്സ് ബേസ്ഡ് ട്രാൻസ്ഫോർമേഷൻസ് ഇൻ കമ്പ്യൂട്ടിംഗ്. കമ്പ്യൂട്ടിംഗിൽ ഈ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ മെയിൻ ആയിട്ട് എന്തിനെ പറ്റിയാണ് ഇവിടെ പഠിക്കുന്നത്? മെട്രിസസും അതിന്റെ പ്രോപ്പർട്ടീസും ദെൻ വെക്ടേഴ്സും അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു പേപ്പറിൽ പഠിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണിത്. ഓക്കെ, കാരണം ഇനി അങ്ങോട്ടുള്ള പല കാര്യങ്ങളും, അതുപോലെ ഇനി അങ്ങോട്ടെന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ കാണുന്ന പലതും, ഈ ഫേസ് ഡിറ്റക്ഷൻ, ഓക്കെ, ഫേസ് ഡിറ്റക്ഷൻ ആണെങ്കിൽ, ഇമേജ് പ്രോസസ്സിംഗ് ആണെങ്കിൽ, ഗ്രാഫിക്സ് ആണെങ്കിലും ഒക്കെ എന്ത് നോക്കിയാലും അവിടെ മെട്രിക്സ് വരുന്നുണ്ട്. ഓക്കെ, ഡാറ്റേനെ മൊത്തം മെട്രിക്സ് ആണ്. ഇങ്ങനെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന സ്ക്രീൻ പോലും അവിടെ ഓരോ പിക്സൽസും മെട്രിക്സസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ സ്ക്രീനിൽ ഒരു ചെറിയ എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അവിടെ ആ ഒരു പിക്സലിന് എന്തോ സംഭവിച്ചതാണ്. ഓക്കെ, സോ ഇതിൽ ഓരോത്തിനും കളർ വരണമെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ആ മെട്രിക്സിലെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് കളേഴ്സ് മാറുന്നത്, അല്ലെ? സോ അങ്ങനെ ഫുൾ ഈ ഇങ്ങനെയുള്ള സിസ്റ്റംസിന്റെ ഒക്കെ പിന്നിലുള്ള മാത്സ് ആണ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഇതിനൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകണം താല്പര്യമുള്ള ആൾക്കാരായിരിക്കും.
അല്ലെ? ഇങ്ങനെയുള്ള പുതിയ ഇവോൾവിംഗ് ആയിട്ടുള്ള ടെക്നോളജീസും ഇതിൽ കുറച്ചും കൂടെ നല്ല കാര്യങ്ങൾ കൊണ്ടുവരണം അല്ലെ? ഈ ഫിൽറ്ററിംഗിൽ ഡാറ്റ കംപ്രഷന് ഒക്കെ കുറച്ചും കൂടെ എന്താ പറയാ ഇമേജസിന്റെ ക്ലാരിറ്റി കൂട്ടാൻ അല്ലെ? ഇങ്ങനെ പഴയ ഇമേജസ് ഒക്കെ വെച്ചിട്ട് അതിനെ പുതിയതാക്കുന്ന സംഭവങ്ങളും പുതിയതാക്കുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ ഇന്ന് ഉണ്ട് അല്ലെ? സോ ഇന്ന് വരുന്ന ഈ AI ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ അതിന്റെ ഒക്കെ പിന്നിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എല്ലാത്തിനും AI ടൂൾസ് ഉണ്ട്. സോ അത് ജസ്റ്റ് യൂസ് ചെയ്യാണ്ട് അത് എങ്ങനെയാണ് അത് ബിൽഡ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ എന്താണ് നമുക്ക് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമ്മൾ ഡിസ്ക്രീറ്റിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡിസ്ക്രീറ്റിൽ സെറ്റിനെ പറ്റിയും കാര്യങ്ങളുമാണ്. സോ അതുപോലെയുള്ള ഒരു ഡിസ്ക്രീറ്റ് സ്ട്രക്ചർ തന്നെയാണ് മെട്രിക്സും വെക്ടേഴ്സും ഒക്കെ. ഓക്കെ, സോ അവരെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുക. അപ്പൊ നന്നായിട്ട് നമ്മൾ ഓരോ ക്ലാസ്സും കാണുക. ഓക്കെ, പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നല്ലൊരു എന്താ പറയാ നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യത്തിന്റെയും പിന്നിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.